അപ്പോൾ നമ്മൾ ഇതുവരെയാണ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മോങ്കോ DB കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാക്കി, അതുപോലെ തന്നെ ബാക്ക് നമ്മൾ നോർമലി ഒരു ബാക്ക് ക്രിയേറ്റ് ചെയ്ത് സെർവർ ഒന്ന് കണക്ട് ചെയ്ത് റൺ ചെയ്ത് നോക്കി. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മോങ്കോ DB കണക്ട് ചെയ്യാനുള്ളത്. ഓക്കെ, മോങ്കോ DB നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മോങ്കോ DB അറ്റ്ലസ് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ വെബ്സൈറ്റ് പോവാം. അതിൽ അറ്റ്ലസ് മോങ്കോ DB എന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ ഫസ്റ്റത്തെ വെബ്സൈറ്റ് തന്നെ നമുക്ക് കാണാം. ഓക്കെ, ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഈ യൂസേഴ്സിൻ്റെ ആണെങ്കിലും നമ്മളിപ്പോൾ കാർട്ടാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഡാറ്റാബേസാണ് മോങ്കോ DB എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോങ്കോ DBയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ നോർമലി ഇങ്ങനെ കയറുന്നത്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, നേരെ ഉള്ളിൽ കയറുക. ഓക്കെ, ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കൂടുതലും കാണാം. ഓക്കെ, പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ വരിക, ആൾ പ്രൊജക്ട്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റിന് എന്ത് കൊടുക്കുക, ക്രെഡ് 1 എന്നോ. ഞാനിപ്പോൾ ക്രെഡ് 1 എന്ന് കൊടുത്ത്, കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കുറേ ക്രെഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ക്രെഡ് 1 എന്ന് കൊടുത്തത്. ഓക്കെ, ക്രെഡ് 1 എന്ന് കൊടുത്ത് ഞാൻ നെക്സ്റ്റ് കൊടുത്ത്, നമുക്ക് ഇതിൽ ആരെയും കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഒരു പ്രോജക്റ്റ് അവിടെ ക്രിയേറ്റ് ആയി വരും. അതിനുള്ളിൽ നമുക്ക് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ നോർമലി ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ക്ലസ്റ്റർ കൊടുക്കുക. നേരെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള തന്നെ യൂസ് ചെയ്യാം, അതിന് ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാറ്റാബേസ് യൂസറും പാസ്വേഡും വരും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിഷ്ടമുള്ള യൂസറും പാസ്വേഡും കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിഷാൻ കെ എന്ന് കൊടുത്ത്, അതുപോലെ തന്നെ നിഷാൻ 123 എന്ന് കൊടുത്ത്. ഓക്കെ, ഇങ്ങനെ കൊടുത്ത് ഡാറ്റാബേസ് യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ ചൂസ് കണക്ഷൻ മെത്തേഡ് കൊടുക്കുക. എന്നിട്ട് നേരെ ഡ്രൈവേഴ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നോർമലി ചില ആൾക്കാർക്ക് SRV ഉള്ളത് കിട്ടും, അതുപോലെ തന്നെ SRV ഇല്ലാത്തത് കണക്റ്റ് ആവാത്തൊരു ഇഷ്യൂ വരലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോർമലി SRV ഒന്ന് ഓഫാക്കിയിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കോഡാണ് നമുക്ക് മോങ്കോ DB കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി മോങ്കോ DB കണക്ട് ചെയ്യണം. മോങ്കോ DB കണക്ട് ചെയ്യാൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ് മോങ്കൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ, ഒരു പാക്കേജ്. ഓക്കെ, ആ പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് മോങ്കൂസ് ഫ്രം മോങ്കൂസ്. ഓക്കെ, നമ്മൾ മോങ്കൂസ് ഇമ്പോർട്ട് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ മോങ്കൂസ് വെച്ചിട്ട് നമുക്ക് ഡാറ്റാബേസിനെ കണക്ട് ചെയ്യാം. അതിൽ മോങ്കൂസ് .കണക്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ സ്ട്രിങ് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത് വെച്ച് ആ സ്ട്രിങ് അവിടെ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ അഥവാ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു കണക്ഷൻ റൺ ചെയ്തെന്ന് വെച്ചോ, മോങ്കോസ് .കണക്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം. ദെൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കാം. ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഈ ഒരു സംഭവം റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരേണ്ടതെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഡാറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലാത്ത കേസ് .catch എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ക്യാച്ചിനുള്ളിലേക്കാണ് എത്തുക. ഓക്കെ,
അങ്ങനെ നേരെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എറർ ERR എന്ന് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഈ എറർ ഒന്ന് റെഡിയാക്കാം, എറർ ഒന്ന് പ്രിന്റ് ചെയ്യാം, ലോഗ് ERR ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ MongoDB കണക്ഷൻ റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. CD സ്പേസ് ബാക്ക് കയറിയതിനു ശേഷം npm സ്റ്റാർട്ട് കൊടുത്ത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഡാറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇങ്ങനെ ഡാറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു കഴിഞ്ഞാൽ ഡാറ്റാബേസ് കണക്ഷൻ റെഡി ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡിൽ ഓരോ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് API എങ്ങനെ വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ.